presents പൊന്നെ ഇച്ചിരി അങ്ങ് നീക്കി വെച്ചേടാ കുഞ്ഞ്, അപ്പുറത്തോട്ട് വയ്ക്കും. നല്ല കപ്പ. ഇപ്പൊ കപ്പ എന്ത് ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കണേ. ഞാൻ ഓർത്തിട്ട് നല്ല ഇച്ചിരി ചാള കിട്ടിയിട്ടുണ്ട്, മത്തി. അതങ്ങോട്ട് മുളക് പറ്റിച്ച് വെച്ചാ കപ്പയും മത്തി പറ്റിച്ചത് അങ്ങനെ കേട്ടെ ക്ലീറ്റോ. എന്നാ വേണ്ട, മത്തി ക്ലീറ്റോന് ഗ്യാസല്ലേ. എന്നാ ഇച്ചിരി പോത്ത് മേടിക്കുവാണെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കി തരാം. അല്ല വേണ്ട, അത് ഞാൻ റൊണാൾഡിനെ വിട്ട് മേടിപ്പിക്കാം. അത് മതിയല്ലേ? അതിനി കപ്പ വെറുതെ പുഴുക്കാക്കിയാൽ മതിയോ? നീ എന്തെങ്കിലും പുല്ല് ചെയ്, ബാക്കിയുള്ള സ്വസ്ഥത തരാതെ ഇവിടെ ഒരു കാര്യം ചെയ്ത് കൊടുക്കണേ. അതിനെന്താ അത് ചെയ്തോ? ഞാൻ ശല്യപ്പെടുത്തിയില്ലല്ലോ. കപ്പ എന്ത് ചെയ്യണമെന്നല്ലേ? നീ എന്തെങ്കിലും ചെയ്യ്, എനിക്ക് വേണ്ട കപ്പയും കുപ്പയൊന്നും. കപ്പ വേണ്ടേ? ക്ലീറ്റോന് ഭയങ്കര ഇഷ്ടമാണല്ലോ കപ്പ, അതുകൊണ്ടാണ് ഞാൻ താഴത്തെ പറമ്പിൽ നിന്ന് പോയി മേടിച്ചത്. അതൊക്കെ ഇഷ്ടമായിരുന്നു ഒരു സമയത്ത്, പക്ഷെ ഇപ്പം എനിക്കൊന്നും വേണ്ട. പരമാവധി ഒന്നും കഴിക്കാതിരിക്കാനാണ് ഞാൻ നോക്കണത്. എന്നാ പിന്നെ ചെണ്ടക്കപ്പ ഉണ്ടാക്കാം. ഞാനുണ്ടല്ലോ ഇവിടെ ചെണ്ട, പറഞ്ഞവർക്കും പോണവർക്കും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊട്ടായി. അതല്ല, കപ്പ പുഴുങ്ങാന്ന് ഇങ്ങനെ ചെണ്ട പോലെ. ആരെങ്കിലും കൊണ്ടിട്ട് പുഴുങ്ങ്, മനുഷ്യനും ഒരു രീതിയിലും സമാധാനം തരുന്നു. ക്ലീറ്റ് ഒരു കാര്യം ചെയ്യും, ഇനിയെങ്കിലും വീട്ടിൽ ശ്രദ്ധിക്ക്, ഞങ്ങളൊന്ന് സ്നേഹിക്ക്. ഈ തോറ്റിട്ടും പിന്നെ ഇനിയത്തെ എന്ത് കണക്ക് എഴുതിക്കൊണ്ടിരിക്കാനാ? എന്തായാലും തോപ്പിച്ചതല്ലേടി എല്ലാരും കൂടെ. തോറ്റെന്ന് പറഞ്ഞ പാർട്ടി പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല, പാർട്ടി സജീവമായിട്ട് ഉയർത്തെഴുതിട്ട് തിരിച്ചു വരും. ഇത് നോക്കിക്കോ. അതിക്ഷേപിക്കുകയാണ്. അയ്യോ ശശിയണ്ണൻ. അണ്ണാ, ഓ ഉണ്ട്. അയ്യോ താലൂക്ക് ആശുപത്രിയിലോ? എൻ്റെ അമ്മേ മരിച്ചോ? ഓ നമ്മുടെ പ്രവർത്തകരൊക്കെ അവിടെ വന്നിട്ടുണ്ടോ? ഞാൻ തയ്ച്ചിട്ട് കപ്പ പുഴുങ്ങാൻ എടുക്കുമായിരുന്നു. അത് സാരമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ഓ ഇപ്പൊ വരാം, ഒന്ന് സാരി മാറണ്ട താമസം. ഷോ കഷ്ടമായി പോയല്ലോ. ദേ വരുന്നു. പൊന്നെ താലൂക്ക് ആശുപത്രി വരെ ഒന്ന് പോണം ക്ലീറ്റോ. അവിടെ പ്രസവത്തിന്റെ ചികിത്സയുടെ സമയത്തെ ചികിത്സാപ്പിഴവ് മൂലം ഒരു പെങ്കൊച്ചു മരിച്ചെന്ന്. അവിടെ ഞങ്ങളുടെ RDPയിലെ ആൾക്കാരൊക്കെ അവിടെ സമരത്തിന് നിൽക്കുക. ആ സമരം എന്നോടൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാ. പിന്നെ ഇതാരുണ്ടാക്കും? അല്ല അതിപ്പോ ആർക്കും വേണ്ടല്ലോ, ക്ലീറ്റോന് വേണ്ട, അവന് കപ്പോട്ട് ഇഷ്ടമല്ല. ആർക്കും വേണ്ടെന്നോ? കൊച്ചിന് വേണ്ടേ? കൊച്ചിന് കപ്പ തിന്നുമല്ലോ. എനിക്ക് വേണ്ട ഡാഡി, അമ്മ പോയി ഉദ്ഘാടനം ചെയ്യട്ടെ. അതെ, അവന് വേണ്ടെങ്കിൽ വേണ്ട, ഇവിടെ ഉയരുള്ള വേറെ ആളുകളുണ്ട്. ഹോട്ടലിൽ പോയി കഴിക്കി. ഹോട്ടലിൽ പോകാൻ സൗകര്യമില്ല, വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ അവിടെ ഉണ്ട്, അവരത് കാര്യങ്ങൾ നോക്കിക്കോളും. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഞാനൊരു മെമ്പർ അല്ലേ, എനിക്ക് പോയി ഉദ്ഘാടനം ചെയ്യണ്ടേ? അവർ വിളിക്കുമ്പോ ഞാൻ എന്ത് പറയും? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഒരു മെമ്പർ സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ കാര്യങ്ങൾ നോക്കാതെ ഇങ്ങനെ തേരാപ്പാര നടക്കാന്നാണ് വിചാരം. നടക്കൂല. ഇവിടെ നടന്നിടത്തോളം ഒന്നും ആരും നടന്നിട്ടൊന്നുമില്ല തേരാപ്പാര. എനിക്ക് തറുതലല്ല, എനിക്ക് പോണം. എന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ 2 ദിവസം ആ ഒരു എടുപ്പേ കാണൂ, ഇത് കഴിഞ്ഞാൽ ഒന്നുമല്ലാതാവും. നീ അത് കുഴപ്പമില്ല, അന്നേരം ഞാൻ ഒന്നും ഇല്ലാത്തോണം ഇരുന്നോളാം. അത് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാതെ പോകണം. ഓരോ കള്ളക്കണക്ക് എഴുതിയിരിക്കണ പോലെ നീ ഒരുപാട് കുന്തളിക്കരുത്. ഒരുപാട് കുന്തളിക്കും. വലിയ സംഭവമൊന്നുമില്ല, ഇന്ത്യ പ്രധാനമന്ത്രി ഒന്നുമല്ല. ജീവിതം മുഴുവൻ ഓരോ പാർട്ടിയിൽ നടന്നിട്ട് ഒന്നും ഇല്ലാതായി ഇപ്പോഴും അവിടെ തന്നെ കസേര അങ്ങനെ ആവാൻ നിന്നിട്ടല്ലേ? അല്ലേ? താഴേക്ക് 40 തൊട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് നീ കാണാടി. അതായത് ചെറിയൊരു സാമ്പത്തിക തിരിമറി. ഒരു 2000 രൂപ അമ്മ ഇങ്ങോട്ട് വരുന്നു, കൃത്യമായ പരിശോധന 2 ആഴ്ചക്കുള്ളിൽ തിരിച്ച് മുതലും തരാം. എന്നെ
പൊന്ന് റൊണാൾഡോ, നിന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എൻ്റെ ഒരു ചില്ലി കാശ് പോലും ഇല്ലെന്ന്. അത് ഞാൻ വിശ്വസിച്ചു. ലോകം അവസാനിച്ചാലും അമ്മയുടെ കയ്യിലെ പൈസയ്ക്ക് ഒരു കുലുക്കം ഉണ്ടാകത്തില്ല. അമ്മയുടെ പൈസ ഇല്ലെന്ന് എന്നോടാ പറയുന്നത്. ആ എന്നാലേ എൻ്റെ കയ്യിൽ കാശുണ്ട്, നിനക്ക് ഞാൻ തരുന്നില്ല അത്ര. അമ്മേ എന്ത് അമ്മ എങ്ങനെ പറയാൻ നോക്കി അമ്മേ? അമ്മയുടെ മോന്റെ പ്രായമല്ലേ ഉള്ളൂ എനിക്ക്. ഒരു കാര്യം ചെയ്യാം, 10 രൂപ പലിശ 2 ആഴ്ചത്തേക്ക് റെഡി. എൻ്റെ പൊന്നിടാ, നിന്റെ ഒരു പലിശയെ എനിക്ക് വേണ്ട. എൻ്റെ ഇരുന്ന കാശ് ഞാൻ നിനക്ക് എന്നിട്ട് നിന്റെ അമ്മച്ചിയുടെ വായിരിക്കും ഞാൻ കേൾക്കണോ? ഒന്ന് കണ്ടല്ലോ. അമ്മ ചെയ്ത തെറ്റിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തമ്മ? അല്ല, ഞാൻ എന്ത് ചെയ്തമ്മ? എടാ, അവിടെ പഠിച്ചോണ്ടിരുന്നവനാണ്, ഉടനെ ബുക്ക് മുടക്കി നേരെ കളിക്കാൻ ഇഞ്ഞു വന്നല്ലേ? ഞാൻ കളിക്കാൻ വന്നല്ല, അവിടെ ഡാഡി അമ്മയെ ഭയങ്കര വഴക്ക്. ദൈവമേ, തങ്കം ഇലക്ഷന് ജയിച്ചതിൻ്റെ തുടങ്ങിയതാ ക്ലീറ്റസിന്റെ ക്രിമികടി. അതെന്തൊരു വർത്താനോ? ഈ പറഞ്ഞ ക്ലീറ്റോ ചേട്ടനും എല്ലാവരും ചേർന്നിട്ടല്ലേ തങ്കം ചേട്ടത്തെ ഇലക്ഷന് മത്സരിക്കാൻ നിർത്തിയത്? അല്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. നീ ഇതെവിടെ പോവാ? ഞാനേ ഒരു അത്യാവശ്യം. ദേ ഇപ്പൊ ഒരു ഫോൺ വന്നിരിക്കുന്നത്, താലൂക്ക് ആശുപത്രിയിൽ ഒരു സമരം നടക്കുന്നതിന് ഉദ്ഘാടനം ചെയ്യാൻ. ഡോക്ടർ അനാസെ രോഗിയല്ലോ മരിച്ചാ? അത് തന്നെ, ഒരു ഗർഭിണി. ദൈവമേ, ഇതിപ്പോ സ്ഥിര സംഭവമാണല്ലോ. അല്ല നീയും ക്ലീറ്റസും കൂടെ വഴക്കൂടിയത് എന്തിന്? ഓ, അതിന് തലപ്രാന്ത്. എന്റെ അമ്മയെ രാവിലെ ഇച്ചിരി കപ്പയും പുഴുങ്ങി ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ കപ്പ പൊളിച്ചോണ്ട് വന്നതാ. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അല്ല ഇച്ചിരി സമാധാനം ആവട്ടെ എന്ന് വിചാരിച്ചാ. ഇപ്പൊ അപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ വന്നു. അപ്പൊ ഞാൻ അതവിടെ വെച്ചതിന് വേണ്ട വഴക്ക്. ആരാ പറഞ്ഞ അമ്മേനോട്? അത് ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് പോയാ പോരായിരുന്നാ? അമ്മ 2 വർത്താനം പറയല്ലേ, എനിക്ക് അവിടെ സമയം വൈകൂലേ? അവനായിരിക്കുമല്ലേ വന്ന് പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാം. താഴ്ത്തുവാ അപ്പോ തക്കോട് ഇവിടെ ഇരിക്കണേടാ, അതാ വരുന്നു. ഉച്ചനേരത്ത് എന്ത് ക്ലീറ്റസ് തലയും കുനിച്ചിരിക്കുന്നത്? മച്ചപ്പേ, ഇതിന്റെ കാര്യത്തിൽ മച്ച വിഷമിക്കണ്ട, ഇതിപ്പോ ഞങ്ങൾ റെഡിയാക്കി തരാം. ചോദിച്ചത് മീൻകറി. ക്ലീറ്റസിന് കപ്പയും മീൻകറി വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അവള് ഡാൻസ് പഠിപ്പിക്കാൻ പോയപ്പോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. എനിക്ക് നിങ്ങളെ കപ്പയും കുപ്പയൊന്നും വേണ്ട. അപ്പൊ എന്റെ പെങ്ങൾ അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഡാൻസ് ക്ലാസ്സിന് പോയത് അല്ലേ? പിന്നെ നിങ്ങളുടെ മോക്ക് എന്തുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി പൊക്കൂടെ അവക്ക്? അല്ല, അത് പിന്നെ മറ്റേ സമരത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി പോരാട ശശിയേട്ടൻ പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് നീ സംസാരിക്കരുത്. പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് പോവാൻ. എവിടെ ആര് മറ്റേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാ? പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് പോവാൻ. എവിടെ പോയില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കൂലേ? അല്ല, അവള് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. ഇവിടെ വന്ന് എല്ലാം ഉണ്ടാക്കി വെക്കണം, ക്ലീറ്റസിനെ പ്രത്യേകം നോക്കിക്കൊള്ളണമെന്നും പറഞ്ഞിട്ടാ പോയത്. ഓ, പറഞ്ഞ് ഇത് ഞങ്ങൾ റെഡിയാക്കാം. ഇതിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട, ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ് എല്ലാ കാര്യത്തിനും നിങ്ങളൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്ത് അവളെ വഷളാക്കിക്കോളി കേട്ടാ. അല്ല, ഇതിപ്പോ കപ്പയും മീൻകറിയുടെ കാര്യം. അമ്മ അവിടെ ഗ്രില്ലൊക്കെ തുറന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. അയ്യോ, അത് കൊച്ചവിടെ ഇരുന്നപ്പോൾ പഠിക്കുകയല്ലേ തക്കടു? ഞാന് അമ്മയും മോനും കേൾക്കാനായിട്ട് പറയും. എൻ്റെ ഭാര്യ ഒന്നീ ഞാൻ പറയാൻ അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ അവളെ തോന്നിയ ദിവസം പോലെ വീട്ടുകാര്യം നോക്കാതെ നടന്നാൽ പറ്റൂല. എനിക്കത് മുന്നോട്ട് പോകാൻ പാടാണ്. അളിയാ, നമുക്കൊരു കാര്യം ചെയ്യാം. അവര് കാര്യം പറഞ്ഞിരിക്കട്ടെ. നമുക്ക് അല്ല അതല്ല അമ്മ, ഇപ്പൊ തന്നെ അവിടെ താമസിച്ചു പോയി. ഞാനാണ് അവിടെ സമരസ്ഥലത്ത് കൊണ്ടാക്കിട്ട് വന്നത്. പിന്നെ പഴയ മെമ്പറൊക്കെ അല്ലേ. ഞാനതാ പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്നോണ്ട് സംസാരിക്കും. ആടാ, നമുക്ക് അടുക്കളയിൽ പോയിട്ടുണ്ടാക്കാം. ഇപ്പൊ ചൂട് മത്തിക്കറി കപ്പ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ അന്നേരം ഒരു പൊട്ട പുതുകി അങ്ങ് പറഞ്ഞു പോയതാണ്. കാര്യങ്ങളൊക്കെ മാറി പറയും. അതുകൊണ്ട് ഞാൻ കട്ടപ്പുറത്ത് കയറിയല്ലോ. അല്ലടാ, അത് നമ്മളിപ്പോൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതല്ലല്ലോ. നമ്മൾ ഉദ്ദേശിച്ചത് വേറൊന്നല്ലേ, നടന്നത് മറ്റൊന്നും. ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. സംഭവിക്കാനുള്ള സംഭവിച്ചു പോയി. നമ്മൾ പ്രതീക്ഷിക്കാതെ അവൾ വിജയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന് വരാതിരിക്കാൻ നോക്കണം. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചല്ലേ ജീവിക്കേണ്ടത്. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് വഴക്കം കൂടിയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഞാൻ ആലോചിച്ചിട്ടെ
തങ്കത്തിന് നമുക്ക് നന്നായിട്ട് അറിയാം. അവളെ കൊണ്ട് ഈ കാര്യങ്ങൾ നോക്കി നടത്താനൊന്നും പറ്റുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ വായിട്ടടിക്കാമെന്നല്ലാതെ കാര്യശേഷിയോട് ഒരു കാര്യം ചെയ്യാൻ അവളെ കൊണ്ട് പറ്റൂല. പക്ഷെ അളിയൻ്റെ ഒരു പിൻബലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവളെ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ കാണുന്നില്ലേ ഓരോ മെമ്പർമാരുടെയും വനിതാ മെമ്പർമാരുടെയൊക്കെ പിന്നിൽ ആരാ ഉള്ളത്? അവരുടെ ഭർത്താക്കന്മാരല്ലേ. അവരല്ലേ അവർ നയിക്കുന്നത്, അവരിലൂടെയല്ലേ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അളിയൻ അങ്ങനെ പ്രത്യക്ഷത്തിൽ ചെയ്യണമെന്നല്ല പറഞ്ഞത്. അളിയൻ്റെ ചില വിദഗ്ധ ഉപദേശങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ നന്നായി വന്നാൽ നാളെ നിങ്ങൾക്ക് അവളെ ഉപയോഗിക്കാം DDT പാർട്ടിക്ക്. അളിയൻ ആലോചിച്ചോക്ക്, ഇത്തരം ഇലക്ഷനിൽ പാർട്ടിയേക്കാൾ ഉപരി വ്യക്തികൾക്കല്ലേ പ്രാധാന്യം അല്ലേ? ഇപ്പൊ തന്നെ നീ ഏത് പാർട്ടി തന്നെ ജയിക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേടിയെടുക്കുന്ന ഒരു സംഭവമല്ലേ. ഈ 5 വർഷം എന്നൊക്കെ പറയുന്നത് അങ്ങ് പോവും. നീ ഒരു കാര്യം ചെയ്യണം, അവളെ മുൻനിർത്തിട്ട് നീ അങ്ങ് ഭരിക്കണം. ആൾക്കാരുടെ സ്വാധീനം ഉണ്ടാക്കിയുണ്ടല്ലോ, അടുത്ത പ്രാവശ്യം DDT സ്ഥാനാർത്ഥി ആരാ? തങ്കം. മച്ചമ്പിക്ക് കൊടുത്ത ഉപദേശം ഞാൻ അടുക്കളയിൽ നിന്ന് കേട്ട്. പക്ഷെ തിരിച്ചൊന്നും പറഞ്ഞില്ല. പറഞ്ഞതൊക്കെ ഒന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടോന്ന് തോന്നല്ലേ? പറഞ്ഞ കാര്യമല്ലേടാ, നമ്മളീ പറയുന്ന കാര്യമാണെങ്കിൽ ആരും കേട്ടിരിക്കും. നമ്മളെന്താ പറഞ്ഞത്? ഈ പറഞ്ഞ പോലെ അവളൊന്ന് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാല് ഈ 5 വർഷം നല്ല ഭരിച്ച അടുത്ത വർഷം അവർക്ക് ഉപയോഗിച്ചുകൂടെ? 5 വർഷം പുല്ലണക്കനങ്ങ് പോകൂലേ? പിന്നെ അവൻ വിഷമിച്ചിരിക്കണേലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അമ്മ നമ്മളാണെങ്കിലും വിഷമിച്ചു പോകൂലേ? ഇത്രയും വർഷമായിട്ട് അവൻ ഇതേന്ന് പറഞ്ഞ് നടന്നിട്ട് അവന്റെ പാർട്ടിക്കെതിരായിട്ട് അവന്റെ ഭാര്യ പോയതാണ്. കുടുംബശ്രീ പോകുമ്പോ തോർത്തിട്ടുണ്ട് പോയ പെണ്ണ വരുന്ന വരവൊക്കെയാണ് മെമ്പർ. അയ്യോ എന്റെ ഉദ്ഘാടനമൊക്കെ അടിപൊളിയായിരുന്നു. ആളൊക്കെ ഒരുപാടുണ്ടായിരുന്നോ? പിന്നെ താലൂക്ക് ആശുപത്രി അല്ലേ, അല്ലെങ്കിലേ തിരക്കാ. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് മരണം ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. എൻ്റെ മോനെ ഈ ഉദ്ഘാടനത്തിന് പ്രസംഗിക്കേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാനോർത്ത് വെറുതെ അവിടെ പോയി നിന്നാ മതി എന്നല്ലേ പ്രസംഗിക്കേണ്ടി വന്ന്. അമ്മയെ വിറച്ചു പോയി. എന്റെ മക്കളെ ആദ്യമൊക്കെ അങ്ങനെ ഒരു 3-4 പ്രസംഗങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറിക്കൊള്ളു. പിന്നെ നീ ഉണ്ടല്ലേ രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ പ്രസംഗിക്കണം. എങ്ങനെ പഠിക്കാന്? ഓരോ സംഭവങ്ങൾ അപ്പ ഉണ്ടാവുമല്ലേ. എടി ഇതൊക്കെ ചെറിയ നുണുങ്ങ് പണികളാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഒരെണ്ണം പഠിച്ചു വെക്കുക, ആ സന്ദർഭത്തിനനുസരിച്ച് ആ സാധനം കണക്ട് കൊടുക്കുക. അങ്ങനെയല്ലേ ഉള്ളൂ. പിന്നെ എന്നിട്ട് എല്ലായിടത്തും ഒരുപോലെ പ്രസംഗിച്ചെന്ന് പറയാൻ. പക്ഷെ ഇതിപ്പോ എന്താന്ന് വെച്ചാ ആദ്യം ഞാൻ കുറച്ചു നേരം ബബ്ബ പറഞ്ഞു. കാരണം ഈ മൈക്ക് കൈ തന്നതോടുകൂടി എനിക്കറിയില്ല, ചെവിന്നൊരു കാറ്റ് പോലെ ഇങ്ങ് വന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്താ പറയണ്ടേ, ഞാൻ എന്തിനാ വന്നേന്നായിപ്പോയി. പിന്നെ നീ പറഞ്ഞത് ഓർത്തു, ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരെ നോക്കരുത്, ഇങ്ങനെ ദൂരേക്ക് നോക്കണമെന്ന്. അപ്പം ഞാൻ ദൂരോട്ടും അങ്ങ് നോക്കിയിട്ട് ഞാനോർത്ത് പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ, എനിക്കറിയാവുന്ന കാര്യങ്ങളങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്നോർത്ത് ഞാനങ്ങ് എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടമായി. എല്ലാവരും പിന്നെ ആൾക്കാരൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും ചിരിക്കണൊക്കെ ഉണ്ട്. പിന്നെ കയ്യടിയൊക്കെ ആയിരുന്നു. കയ്യടിയോ? എന്താ പറഞ്ഞപ്പോഴാ കയ്യടിച്ചേ? കയ്യടി ഞാൻ പ്രസംഗിച്ച ഒരു പകുതി ആയപ്പോ മുതലേ കയ്യടിക്കുന്നുണ്ട് ആൾക്കാര്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഇരുന്ന് കയ്യടിക്കും. അപ്പൊ എനിക്കൊന്നും കൂടി ആവേശമായി. പിന്നെ ഒരു കാര്യം പറഞ്ഞപ്പോ എന്റെ പൊന്നെ കയ്യടിയുടെ പെരുമഴ. എടാ ഈ കൊച്ചെന്ന് പറഞ്ഞാല് ഭയങ്കര സാധു കുടുംബമാണ്. ഈ സമൂഹ വിവാഹത്തില് കല്യാണം കഴിപ്പിച്ച കൊച്ചാ. അച്ഛനും ഇല്ല, ഒരു വയസ്സായ തള്ള മാത്രമേ ഉള്ളൂ. അവരുടെ കരച്ചിൽ കണ്ടാൽ നമുക്ക് സഹിക്കൂല. അപ്പം ഞാൻ ഈ വിഷമം ഇവരുടെ ഇങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര ദണ്ണായിട്ട് ഞാൻ പറഞ്ഞു, ഈ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞത്. എൻ്റെ പൊന്നെ കാണണം, അവിടെ കൂടി നിന്നവര് ചുറ്റുമുള്ളവരൊക്കെ കയ്യടിയുടെ കയ്യടി. തങ്കഞ്ഞേട്ടത്തി കൈ കൊടുക്കാന്ന് പറഞ്ഞ അല്ല, കയ്യിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കൊറേ പൈസ അല്ല, നമ്മളെ കൊണ്ട് ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ ഉണ്ടാവില്ലോ. അല്ല
പറയാൻ പാടില്ലായിരുന്നു. അല്ല ഇപ്പം അല്ല ഈ മരിച്ച കൊച്ച് മരിച്ചല്ലേ ഉള്ളൂ, അപ്പൊ ഉടനെ അവര് വരൂലല്ലോ. യാതിരിക്കൊന്നുമില്ലടി. ഒന്നാമത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അതെ, അവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പറയുമ്പോൾ ഉറപ്പായിട്ട് വരും. പൈസ നമ്മൾ കൊടുക്കണം. പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കണം. മീഡിയക്കാരെല്ലാം അന്നേരം പകർത്തി കാണത്തില്ലയോ? പിന്നെന്ത് ക്ലീറ്റല്ലേ അവിടെ ഇരിപ്പുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആളെ തണുപ്പിച്ചിരുത്തിയേക്കാ കാണാൻ പറ്റുമ്പോൾ. ചെന്ന് കൈയോട് ഇത് പറ. തണുത്തിരിക്കാന്നിപ്പോൾ ചൂടായി ഗർജിക്കും. ഗർജിക്കാൻ എന്തുവാ? ഇങ്ങോട്ട് ഗർജിച്ച് അങ്ങോട്ട് ഒരു ഗർജന അങ്ങ് കൊടുക്കും. അല്ലാതെ ഇപ്പൊ എന്തുവാ ചെയ്യുന്നു? കേട്ടപ്പം നമുക്ക് പാപം തോന്നിക്കാണും. അതാ ഓ പുറത്തോട്ടെങ്ങാനും എന്നെ കുറച്ച് ചീത്ത വിളിച്ചിട്ട് പോയിട്ടുണ്ട്. എടാ അറിയാം, ഞാൻ ആ പ്രസംഗിച്ചില്ലേ, മറ്റേ ആ മരിച്ച പെങ്കൊച്ചിന്റെ വീട്ടിന് ഇച്ചിരി എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞില്ലേ? പൊന്നെ, അതറിഞ്ഞിട്ട് എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. വഴക്കുണ്ടാക്കി. നിന്നോട് ആരും ഈ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ആരും അറിഞ്ഞ് ആരുണ്ടാക്കി വെച്ചേക്കുന്നു ഇവിടെ, അങ്ങനെ വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട ബഹളം. അതാ, എന്തെങ്കിലും പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഈ മനുഷ്യനെല്ലാം അങ്ങനെ പറഞ്ഞേക്കുമല്ലേ. പാർട്ടിയിൽ നിന്നാണല്ലോ ഇവിടെ നിന്ന് എല്ലാം പോയേക്കുന്നത്. പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? അല്ലാതെ നമുക്കിപ്പോൾ എല്ലാത്തിനും എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്ത്രപരമായിട്ട് അവന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. തീരെ അറിവില്ലാത്തവരൊന്നും അല്ല അവന്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അവൻ്റെ ചില നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ എടുക്കണം. എല്ലാം പറഞ്ഞു തരുമോ? എന്നെ കാണുമ്പോൾ കടിച്ചു കയറാൻ നോക്കുമല്ലോ. അല്ല, അതിന് സംസാരത്തിനിടെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് കുറേ ആൾ ചെയ്ത കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. അത് ഞാനതെല്ലാം ആലോചിക്കുന്നത്. അവരെങ്ങാനും വന്ന് എവിടെ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. അന്നേരം അവരുടെ വിഷമം കണ്ടപ്പോൾ ഞാനങ്ങനെ പറഞ്ഞും പോയി. അല്ല, ഇതെൻ്റെ പ്രശ്നം വെച്ചാൽ നീ പറഞ്ഞാൽ അതിപ്പോൾ നിന്നെ കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം നമ്മളില്ലായ്മയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഇല്ലാത്തൊരാൾ വിഷമിച്ചൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. പക്ഷെ അത് പറയാനോ, എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ പഠിക്കേണ്ടായിരുന്നു. രാഷ്ട്രീയം കുറേ പഠിക്കാനുണ്ട്. നമ്മൾ ചുമ്മാ എടുത്തിയാടി ഓരോന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കാനൊന്നും പാടില്ല. ഞാൻ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ആയത്. അതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പക്വതയോടെ പെരുമാറാനൊക്കെ പഠിക്കണം. പൈസയ്ക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മൾ വാക്ക് പറഞ്ഞതിലേക്ക് നമ്മൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ. ഈ പറഞ്ഞ കണക്ക് പാർട്ടിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇനി പറയാനുള്ളത്. ഇപ്പം പറഞ്ഞിരിക്കട്ടെ, നിനക്ക് അമ്മാവനോട് ഇച്ചിരി പൈസ ചോദിച്ചാലോ? ഇനിയിപ്പോൾ അങ്ങോട്ടും ഇവിടെ ഒന്നും പോകണ്ട. ഞാൻ കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരാം നിനക്ക്. ഞാൻ കുറച്ച് പൈസ തരാം. ഒരു നല്ല കാര്യത്തിനല്ലേ. അത് നമ്മൾ ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ നിന്ന് പറഞ്ഞതല്ലേ എന്നെ സഹായം ചെയ്യാന്നുള്ളത്. അതൊരു പുണ്യകാര്യമായിട്ട് കണ്ടാൽ മതി. അങ്ങനെ ചെയ്യാം. ഞാൻ നോക്കി കണ്ടു. അത് വേണോടി. അത് പിന്നെ നമ്മളെ ഇപ്പം നീ മറ്റേ നിനക്ക് ഒറ്റയ്ക്ക് പറയാം. ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ കാര്യമാണ്. ഇത് പ്രതിനിധിയാണ് നീ. നിന്നെ ചുറ്റും ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിൻ്റെ ഒരു വാക്കിന് വിലയുണ്ട്. ഇപ്പോൾ മറ്റേ നീ ഇപ്പോൾ ലില്ലിയുടെ അടുത്ത് പറയാം, എൻ്റെ അടുത്ത് പറയാം, എന്തെങ്കിലും വിളിച്ച് പറയാം, എന്ത് വേണോ പറയാം, പിന്നെ അത് മാറ്റി പറയാം. ഇനി അത് പറ്റൂല. നമ്മുടെ ഒരു വാക്കിന് വിലയുണ്ട്. വിഷമിക്കണ്ട, നമുക്ക് അറേഞ്ച് ചെയ്യാം. നീ തരുമല്ലോ അല്ലേ? പറഞ്ഞതാ. തരാം. ഞാനൊന്നും പറഞ്ഞില്ലേ, നമ്മളൊന്നും പ്രസംഗിച്ചാൽ പറഞ്ഞില്ലേ സഹോദരിയുടെ മരിച്ചുപോയ ധനസഹായത്തിന്റെ കാര്യം. അതൊന്ന് കൊടുത്താൽ കൊള്ളാമായിരുന്നു. അവിടെ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? വളരെ പ്രയാസമാണ്. പിള്ളേർക്കൊക്കെ വിഷമം മാറില്ലല്ലോ. അമ്മയ്ക്കും ആ വിഷമത്തിലാണ് അങ്ങനെ ഉള്ളത്. നിക്കട്ടോ, ഞാൻ അങ്ങോട്ട് കൊണ്ട് തന്നേനെ പറഞ്ഞിരുന്നെങ്കിൽ. വേണ്ട, കുഴപ്പമില്ല. പറഞ്ഞില്ലേ?
നമ്പർ എവിടെയാണ് നമ്പർ? വീട്ടിലോട്ട് ഇറങ്ങാം കേട്ടോ. ഓ ചേട്ടാ നമ്മുടെ പാർട്ടി മീറ്റിംഗ് നാളെ വൈകുന്നേരം നാളെ വൈകുന്നേരം പറഞ്ഞിട്ടുണ്ട്. 4 മണിക്ക്. മറക്കാതെ ഞാൻ എത്തിക്കോളാം. മെമ്പർ എത്തുമല്ലോ. ഓ ആ ശരി. ഓ ആയിക്കോട്ടെ. ഞാൻ തിരക്കിന്ന് പറയൂ. ഓ ഓ അത് ഞാൻ പറഞ്ഞില്ലേ മരിച്ചുപോയ കൊച്ചി. ആ കേട്ടു ശീലമാക്കണ്ട, ഇതേ ഒരു ശീലമാക്കണ്ട. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാലേ ഒരു സേവനമാണ്. സർക്കാരിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എത്തേണ്ടവരിലേക്ക് കൈയിട്ട് വരാതെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്നുള്ളത്. മനസ്സിലായില്ലേ? അല്ലാതെ കുടുംബം നേടുന്ന കൊടുത്താൽ കുടുംബം കോഞ്ഞാട്ടായി ഇപ്പം. അല്ലടാ, ഈ കൈയിട്ട് വരരുതെന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ? അല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാ.